അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡേ നമ്മൾ ആദ്യം പോയ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് പോയിൻ്റ് അതായിരുന്നു കോക്കേഴ്സ് വാക്ക്. നമ്മുടെ റൂമിൽ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ കേട്ടോ. ഇവിടെ കടകളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ. സമയം ഏകദേശം 9 മണി ആയിട്ടുള്ളൂ കേട്ടോ. കടകളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ. ആളും തിരക്കൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഇതുപോലൊരു വഴി കൂടെ നടന്ന് പോകണം കേട്ടോ. 15 രൂപ നടക്കാവുള്ളതുണ്ട് ഇതിൻ്റെ എൻഡ് എത്താനായിട്ട്. അപ്പോൾ അതേ ഇവിടുന്ന് ചെറുതായിട്ട് നമ്മുടെ താമസിച്ച റൂം കാണാൻ പറ്റും കേട്ടോ. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ റൂമിൽ നിന്നാലും നമുക്ക് വൈകിട്ട് ഈ കോക്കേഴ്സ് വാക്കിൽ ലൈറ്റ് ഇടുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഏകദേശം ഒരു 4 കിലോമീറ്റർ താഴെയാണ് നമ്മുടെ റൂം കേട്ടോ. പിന്നെ അവിടെ നമ്മളിത് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. നല്ലൊരു വ്യൂ ആണ്. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ കുറച്ചും കൂടെ മുൻപിലേക്ക് നടന്നു പോയി കേട്ടോ. അപ്പം അതുപോലെ നല്ലൊരു തിരക്കൊന്നും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നല്ല പ്ലസൻ്റ് ആയിട്ട് നല്ല ക്ലൈമറ്റും ആയിരുന്നു. മഴയില്ലായിരുന്നു. നല്ലൊരു ക്ലൈമറ്റ് തന്നെയായിരുന്നു. പിന്നെ അതിൻ്റെ എൻഡിൽ എത്തുമ്പോൾ നമുക്കിത് ഇതുപോലെ ടെലിസ്കോപ്പിക് വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ 10 രൂപ ചാർജാണ്. അപ്പോൾ അവിടെ കൊടുത്ത് 30 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അവിടെ നമ്മൾ നേരെ വണ്ടി എടുത്ത് പോയത് ഈ പോയിന്റ് നമ്മൾ ഇറങ്ങിയില്ല. സൂയിസൈഡ് പോയിൻ്റാണ്. ഇവിടെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ലൊരു വ്യൂ പോയിൻ്റാണ് കേട്ടോ. നമ്മൾ നേരത്തെ വന്നിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ട് നമ്മളിവിടെ ഇറങ്ങിയില്ല കേട്ടോ. പാർക്കിങ്ങിന് കുറച്ച് തിരക്കായിരുന്നു. അതുകൊണ്ട് നമ്മളിവിടെ നേരെ ഇറങ്ങാൻ നമ്മൾ അടുത്തത് പോയത് നമ്മുടെ പില്ലർ റോക്കിലോട്ടാണ് പോയത് കേട്ടോ. പില്ലർ റോക്ക് എന്ന് വെച്ചാൽ ഇതുപോലത്തെ 2 പാറകളൊക്കെ കാണാൻ നിങ്ങൾക്ക് അങ്ങോട്ട് അടുത്തെത്തുമ്പോൾ കാണാൻ പറ്റും കേട്ടോ. ഈ ഒരു സ്ഥലവും അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. പക്ഷേ ഇവിടെ കുറച്ച് തിരക്കുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഒരു 4-5 ആനയുടെ പടമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുക്കാം. പില്ലർ റോക്കിനിടെ നല്ല ഫോട്ടോ വ്യൂ ഒക്കെ ഉള്ള നല്ലൊരു സ്ഥലമാണ് കേട്ടോ. എന്തായാലും കുറച്ച് നേരം നമ്മൾ അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ നിന്ന് നമ്മൾ നമ്മുടെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഗുണാക്കേവാണ് കേട്ടോ. നേരെ പോയത് ഗുണാക്കേവിലോട്ടാണ്. കൊടൈക്കനാലിൽ വരുന്ന ആൾക്കാരൊക്കെ ഗുണാക്കേവിൽ പോവുമെങ്കിലും നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് സിനിമ വന്നതിന് ശേഷമാണ് ഈ ഒരു സ്ഥലം ഇത്രയ്ക്കൊരു ഹിറ്റായത് കേട്ടോ. നേരത്തെ ആൾക്കാർ വരുമ്പോൾ സാധാരണ പോലെ പോയിട്ട് വരുന്നു. അതിൻ്റെ അകത്ത് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു മിസ്റ്ററി ഫീലാണ് അതിൻ്റെ അകത്തോട്ട് കയറുമ്പം കേട്ടോ. ഭയങ്കര നല്ല ശരിക്കും നമ്മൾ നല്ലപോലെ പേടിപ്പെടുത്തുന്നൊരു സംഭവമാണ് കേട്ടോ ഇതിൻ്റെ അകത്ത്. എന്തായാലും അവിടെ കുറച്ചൊന്ന് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടെ നമ്മൾ നേരെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. നമ്മൾ പോയ സ്പോട്ടിൽ ഏറ്റവും കൂടുതൽ സ്ഥലം നിന്നത് ഗുണാക്കേ വരുന്നത്. അത്യാവശ്യം ചെറിയ തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. സമയം ഏകദേശം 12:30 ആയിട്ടുണ്ട്. ചെറിയ തിരക്കായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ കൊടൈക്കനാൽ വരുവാണെങ്കിൽ ഊട്ടിയൊക്കെ പോകുന്ന സ്ഥലങ്ങളിൽ രാവിലെ തന്നെ ഇറങ്ങാൻ നോക്കുക. നമ്മൾ ഒത്തിരി ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സ്ഥലങ്ങളിൽ പോകാനുള്ള ടൈം കിട്ടത്തില്ല കേട്ടോ. നമ്മളെന്തായാലും ഇവിടെ നിന്ന് നേരെ ഇറങ്ങി ഗുണാക്കേവ് നേരെ ഇറങ്ങി. നല്ല കോട ഇറങ്ങുന്നുണ്ട്. ചില സമയം പെട്ടെന്ന് കോട ഇറങ്ങും. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ക്ലൈമറ്റ് മാറുന്നത് കേട്ടോ. നല്ല കോടയൊക്കെ ഇറങ്ങി നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഇവിടെ നമ്മൾ നേരെ ഇനി പോകുന്നത് നമ്മുടെ പൈൻ ഫോറസ്റ്റിലോട്ടാണ് പോകുന്നത് കേട്ടോ. ഈ വഴികളൊക്കെ എല്ലാം ഒറ്റ റൂട്ടിലാണ് കിടക്കുന്നത്. അപ്പോൾ ഗുണാക്കേവ് കഴിഞ്ഞ് നമ്മൾ അടുത്ത പൈൻ ഫോറസ്റ്റിലോട്ടാണ് പോകുന്നത്. പൈൻ ഫോറസ്റ്റിൻ്റെ അവിടെ അത്യാവശ്യം നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ വ്യൂ ആണ് കേട്ടോ. ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടൊന്നുമില്ല. അത്യാവശ്യം ഫോട്ടോ എടുക്കാൻ. പിന്നെ ഹോഴ്സ് റൈഡിംഗ് ഉണ്ട്. അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് 2-3 ഫോട്ടോ ഒക്കെ എടുത്ത് ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്ത് തരും കേട്ടോ. അവിടെ ആൾക്കാരുണ്ട്. അവരപ്പോൾ അത്യാവശ്യം ഫോട്ടോ ഒക്കെ എടുത്ത് തരും കേട്ടോ. അപ്പോൾ ഏകദേശം സമയം 12:30 ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ അവിടെ നേരെ വെളിയിലിറങ്ങി കുറച്ച് കടലയും അതുപോലെ നൂഡിൽസ് അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ റൂമിലോട്ട് പോയി കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് ബാക്കി വൈകിട്ടാണ് കേട്ടോ അടുത്ത പരിപാടി.